ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നെപ്പോണന്റെ പപ്പ നെപ്പോണൻ അഴിഞ്ഞാടാൻ വേണ്ടി എടുത്തൊരു പടത്തിനെ കുറിച്ചാണ്. ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാത്ത ഏതെങ്കിലും ആരാജകന്മാരുണ്ടാവോ? പടം തുടങ്ങുന്ന നെപ്പോണന്റെ റിസൾട്ട് വന്നിട്ട് 16 നിലയ്ക്ക് പൊട്ടും. പഠിക്കുന്ന കാലത്തെ ഷാജിയേട്ടന് പൂജ്യങ്ങളോട് അഗാധമായ പ്രണയം. പിന്നെ നെപ്പോണൻ ആ സാറിനോട് ഞാൻ പൊട്ടിയ എല്ലാ വിഷയവും ഒന്ന് പാസ്സാക്കി തരുമോ സാറേ എന്ന് ചോദിക്കും. മെയിൻ എക്സാമിന്റെ റിസൾട്ട് എങ്ങനെയാടാ സാറ് മാറ്റാൻ നിനക്ക് ബോധില്ലേ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. പിന്നെ വെക്കേഷൻ ആ സാറിന്റെ മോളുടെ കല്യാണത്തിന്റെ അന്ന് നെപ്പോണൻ ആ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാവാൻ വേണ്ടിട്ട്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പിന്നെ ഈ സീനിൽ ഒരു പുക കണ്ട വണ്ടിന്ന് വരുന്ന പുകയൊന്നല്ല കേട്ടാ. ഈ പടം നടക്കുന്നത് ഊട്ടിയിലാണ്. അപ്പൊ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ഇവര് തീയിട്ട് പുകച്ചതാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. പിന്നെ നെപ്പോണൻ അവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ പെണ്ണിനെ അങ്ങ് പൂട്ടിയിടും. എന്നിട്ട് അങ്ങോട്ട് ആ സാറ് വന്നിട്ട് ഇവന്റെ തന്തയോട് ആ കാര്യം പറയും. അപ്പൊ ഇവന്റെ തന്ത എന്നിട്ട് പറയാന്നറിയോ? എടാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. പിന്നെ ആ പെണ്ണിന്റെ കല്യാണം മുടങ്ങും. എന്നിട്ട് അവളുടെ തന്ത നെപ്പോണനോട് അവളെ കെട്ടാൻ പറയും. എന്നിട്ട് നെപ്പോണൻ അവളെ സ്കാൻ ചെയ്യും. നെപ്പോണന്റെ ഈ സ്കാനിങ് ഒക്കെ കാണുമ്പോ എനിക്ക് ഇവനെ വേണ്ടാന്ന് അവള് പറയും. ഈ പടത്തിൽ ആകെ ബുദ്ധിയുള്ള ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഇവളാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോളാ പാട്ടികളെ. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. പിന്നെ നെപ്പോണൻ പരീക്ഷ പൊട്ടിയ കാര്യം തന്തയോട് പറയും. സ്കൂളിലൊക്കെ വിട്ടു നോക്കി എന്നതാണോ അവനത് അങ്ങോട്ട് ശരിയായില്ല. സ്കൂൾ അങ്ങനെ എല്ലാവർക്കും ശരിയാവില്ല അച്ചു. എനിക്ക് ശരിയായില്ലോ. പിന്നെ ഇവന്റെ തന്ത ആളുടെ കൂടെ പണിക്ക് വരാൻ പറയും. കൂടുതൽ സംസാരം വേണ്ട, നാളെ നീ കടയിൽ വരും. പിന്നെ നെപ്പോണൻ വേറെ സ്ഥലത്ത് പോയിട്ട് ഡിഗ്രി എടുക്കണമെന്ന് തന്തയോട് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് പോവും. അപ്പൊ ആ പൈസയും കൂടി പോയി കിട്ടിയണ്ടേ. പിന്നെ ഇവൻ ട്രെയിൻ കയറുന്ന സമയത്ത് ആ പഞ്ചായത്തിലുള്ള ആൾക്കാരൊക്കെ ടാറ്റ പറയാനായിട്ട് വരും. ആരാടോ ഇവൻ? ഇവൻ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നെങ്കിലും ഇവനെ പേടിച്ചിട്ടാണ് സാർ ഈ നാട്ടുകാർ ജീവിക്കുന്നത്. ഒന്നും വിലയുണ്ടായിരുന്ന ഇവിടുത്തെ ഭൂമിക്ക് ഇപ്പൊ പുല്ലും വിലയായി. അന്തസ്സുള്ള ഒരാളും ഈ നാട്ടിലേക്ക് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടുന്നില്ല സാറേ. പിന്നെ ട്രെയിനിൽ കയറുന്ന സമയത്ത് കുറച്ച് പെണ്ണുങ്ങളെ കുറച്ച് ആൾക്കാർ ശല്യം ചെയ്യുന്ന നെപ്പോണൻ കാണും. ഞാനുള്ളപ്പോൾ വേറൊരാൾ പെൺകുട്ടികളെ ശല്യം ചെയ്യേ, അത് ഞാൻ സമ്മതിക്കില്ല. പെൺകുട്ടികളുടെ രക്ഷകൻ വിക്കി. അല്ലെങ്കിൽ നീയൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കണം. അതാണ്. പിന്നെ നെപ്പോണൻ പഠിക്കാൻ പോണ കോളേജിൽ എത്തിയിട്ട് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോവും. ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. കണിയല്ല, കെണിയാ. പിന്നെ നെപ്പോണൻ കോളേജിലേക്ക് പോവും. അപ്പൊ അവിടെ വെച്ചൊരു പെണ്ണിനെ കാണുമ്പോ നെപ്പോണന് ക്രഷ് അടിക്കും. അവളെ കണ്ട നിമിഷം മുതൽ എന്റെ ഹൃദയം ഇരിക്കുന്നുണ്ടാവും അല്ലേ? എങ്ങനെ മനസ്സിലായി? അത് ഏത് പെണ്ണുങ്ങൾ കണ്ടാൽ അങ്ങനെയാണല്ലോ. പിന്നെ ഇവളെ കുറിച്ച് പറയണെങ്കിൽ ഇവളോട് ക്രഷുള്ള ഒരു പോലീസുകാരൻ്റെ കൂടെ ഉണ്ട്. ഒരു ദിവസം ഈ കാര്യം അവളുടെ തന്തയോട് പറയാനായിട്ട് അങ്ങേര് വീട്ടിലേക്ക് വരും. എന്നിട്ട് ആ തന്ത സമ്മതിക്കാത്തോണ്ട് കള്ളക്കേസി കൊടുക്കുമെന്ന് പറഞ്ഞ് ഇങ്ങേര് ഭീഷണിപ്പെടുത്തും. പിന്നെ ഈ ഡൂടെ പെണ്ണിന്റെ പിന്നാലെ നടക്കും. ആരെങ്കിലും ഇവള് നോക്കിയാ അപ്പ ഇടിയാ. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. പിന്നെ ഈ കാര്യം ഒന്നും അറിയാണ്ട് നെപ്പോണൻ അവളെ പോയിട്ട് പ്രപ്പോസ് ചെയ്യും. അപ്പൊ അവള് താല്പര്യമില്ല എന്ന് പറയും. പക്ഷെ അവളുടെ കൂട്ടുകാരിക്ക് നെപ്പോണനെ ക്രഷ് അടിക്കും. പിന്നെ നെപ്പോണൻ ബാൻഡ് സെറ്റുകാരെ വിളിച്ചിട്ട് കോളേജിൽ പോയിട്ട് അവിടെ ഡാൻസ് കളിച്ചിട്ട് അവളുടെ പിന്നാലെ നടന്ന് കോഴിത്തരം കാണിക്കും. എനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ്. പട്ടിയുടെ വാല് പന്തീരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. പിന്നെ ഈ പോലീസുകാരൻ്റെ കൂടെ ഇവന്റെ ഈ കോഴിത്തരൊക്കെ അറിഞ്ഞിട്ട് ചലഞ്ച് ചെയ്യും. ധൈര്യം ഉണ്ടെങ്കിൽ അവളെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ പറയും. എടാ, അവൻ എത്ര തലകുത്തി നിന്നാലും അവളൊന്ന് തിരിഞ്ഞു നോക്കത്തോലുമില്ല. പിന്നെ നെപ്പോണൻ ഇവളുടെ വീട്ടിലേക്ക് പോവും. അല്ല ഈ ചാടണ സാധനം ഇവളുടെ വീട്ടുകാർ താഴെ വെച്ചേക്കണ എന്തിനാണ്? പൂവാലന്മാർക്ക് ഇവളുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി വീട്ടുകാർ വെച്ചേക്കുന്നതാണോ? ഒന്നും പറയാൻ പറ്റില്ല, ബോളിവുഡാണ്. ഞാൻ ഇതുപോലെ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ. അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. പിന്നെ റൂമിൽ കയറിയിട്ട് നെപ്പോണൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ഡബിൾ സ്പ്രിംഗ് വാലി മൾട്ടിപർപ്പസ് മാട്രസ്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാന്ന്.
പിന്നെ നെപ്പോണ്ണൻ ഇവളുടെ മേത്തൊക്കെ തൊടും, എന്നിട്ട് ഇവള് ഒച്ചയൊന്നും ഉണ്ടാക്കാണ്ട് നിന്ന് കൊടുക്കും. ടിപ്പിക്കൽ ബോളിവുഡ് നായിക. സ്ത്രീ വിഷയങ്ങളിലൊന്നും ചെന്ന് ചാടരുന്നും പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ സെറീന, സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കും. പിന്നെ അവൻ തുണിയില്ലാണ്ട് വീടിന്റെ ഉള്ളിക്കോടെ പുറത്തിറങ്ങും. എന്നിട്ട് വീട്ടുകാർ കാണുമ്പോ അവനെ മൈൻഡ് ചെയ്യാണ്ട് അവനോട് പൊക്കോളം പറയും. എന്തൊരു സിമ്പിളാണ് ഫാമിലി. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിൽ കുറച്ച് കോഴിക്കുട്ടന്മാര് പെണ്ണുങ്ങളെ കമന്റ് ചെയ്യണ കാണുമ്പോ മറ്റവള് വന്നിട്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് മോന്തയ്ക്ക് ഒരെണ്ണം കൊടുക്കും. അല്ല, ഇന്നലെ രാത്രി അവൻ നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് നിന്റെ മേത്തൊക്കെ പിടിച്ചപ്പോ നിന്റെ കൈ പൊങ്ങില്ലേ? അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? പിന്നെ നെപ്പോണ്ണന് ക്രഷും സെറ്റാവും. എന്നിട്ട് ഈ കാര്യം ആ പോലീസ് ഡൂഡ് അറിഞ്ഞിട്ട് ഇവരെ കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് തീരുമാനിക്കും. പക്ഷെ നമ്മുടെ നെപ്പോണ്ണൻ ആ കള്ളക്കേസ് ഇവരുടെ തലയിൽ തന്നെ വെച്ചിട്ട് അവിടുന്ന് സ്കിപ്പാവും. നീ പഠിച്ച സ്കൂളിലെന്ന ഹെഡ് മാസ്റ്റർ. പിന്നെ നെപ്പോണ്ണന് ക്രഷും കൂടി ബൈക്കിൽ ചില്ല് ചെയ്ത് പോണ സമയത്ത് വെടിവെക്കാൻ അറിയാവുന്ന ഒരു ഷാർപ്പ് ഷൂട്ടർ വെടിവെച്ചിട്ട് ഇവരുടെ വണ്ടി സൈഡാവും. പിന്നെ അവന്റെ പെണ്ണിനെ അവിടുന്ന് കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് മറ്റേ പോലീസുകാരൻ വന്നിട്ട് ആരെ കിഡ്നാപ്പ് ചെയ്തതെന്ന് പറയും. സംഭവം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെപ്പോണ്ണൻ ട്രെയിനിൽ വെച്ചിട്ട് കുറച്ച് പെണ്ണുങ്ങളെ രക്ഷിച്ചില്ല. അപ്പൊ അവിടെ ഒരു ഗാങ്സ്റ്ററിന്റെ മോള് ഉണ്ടായിരുന്നു. അവൾക്ക് നമ്മുടെ നെപ്പോണ്ണനെ കാണുമ്പോ ക്രഷ് അടിക്കും. എന്നിട്ട് ഗാങ്സ്റ്റർ ആയിട്ടുള്ള പപ്പോട് പറഞ്ഞിട്ട് ഇവളെ കിഡ്നാപ്പ് ചെയ്തതാ. ഇത് കേട്ടപ്പോ നെപ്പോണ്ണൻ ഒരു പെണ്ണിനും കൂടി ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് അറിയുമ്പോ ചിരിക്കും. എനിക്കൊരു കാര്യം അറിയൂ, ഒരു ദിവസം 10,000 പെണ്ണുങ്ങളെ ഞാൻ കാണുന്നുണ്ട്. 100,000 പെൺപിള്ളേര് എന്നെ നോക്കുന്നുണ്ട്. പിന്നെ നെപ്പോണ്ണൻ ആ ഗാങ്സ്റ്ററിന്റെ വീട്ടിലേക്ക് പോവും. അവിടെ വെച്ച് ക്രഷിനെ കാണും. പിന്നെ ആ ഗാങ്സ്റ്റർ തന്തയുടെ പുതിയൊരു വൈഫിനെ നമ്മുടെ നെപ്പോണ്ണൻ കാണുമ്പോ ഉള്ളിലുള്ള കോഴി അങ്ങ് ഉണരും. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം. അതോ ഇത് കള്ളലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പച്ചും ഉമ്മച്ചും ഒക്കെ ഉണ്ട്. ഇവന്റെ പപ്പേനെ സമ്മതിച്ചേ പറ്റൂ. സ്വന്തം മോനെ വെച്ച് ഇമ്മാതിരി അതൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറ്റുമോ? എന്റെ അച്ഛന് പറ്റും. പിന്നെ നെപ്പോണ്ണൻ ആ വീട്ടില് 2 പെണ്ണുങ്ങളെയും വെച്ചുള്ള പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങും. ചില സമയത്ത് അഭിനയിക്കണോ അത് ജീവിക്കണോ എന്ന് തെറ്റിദ്ധരിക്കണ ലെവലിലുള്ള പെർഫോമൻസ് ആണ്. ആളുകൾ സ്നേഹിക്കുന്ന ഒന്നിക്കുന്നു ഒക്കെ അതിനുവേണ്ടി മാത്രമാണ്. അല്ലടാ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കാൻ. എന്റെ അറിവിലേ ഈ ഒന്നിക്കാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. അയാൾ ഷർട്ടൊക്കെ അഴിച്ചിട്ടിട്ട് മസിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിടപ്പിക്കുക. കോയിന്നംകുട്ടി, നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? പിന്നെ നെപ്പോണ്ണനെ ഗാങ്സ്റ്റർ പരിപാടി പഠിപ്പിക്കാനായിട്ട് ഇവർ കൊണ്ടുപോകും. എന്നിട്ട് ഒരാളെ കൊല്ലാൻ പറയും. എന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലോജിക്കിനെ കൊല്ലും. നിങ്ങ ചോക്കിയത് എന്തെങ്ങനെയെന്ന്. കാരണം ഇതൊരു പേട്ടപ്പഴാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ആ വെടി നെപ്പോണ്ണന്റെ ആൾക്ക് തന്നെ കിട്ടും. എന്നിട്ട് ആള് സൈഡാവും. മിസൈല് വല്ലതും ഉണ്ടായിരുന്ന ഉള്ളില് ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇങ്ങേർക്ക് സംസാരിക്കാനോ അനങ്ങാൻ പറ്റാണ്ടാവും. എന്നിട്ട് അങ്ങനെ കുറെ ചളികളുണ്ട്. ഇവനൊക്കെ പാലിനകത്ത് പാറ്റ ഗുളിക കലക്കി കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലടാ. ഇവന്റെയൊക്കെ കോപ്രായം കണ്ട നമ്മ ചോര ഛർദിക്കും. പിന്നെ ഇവരുടെ വീട്ടിലേക്ക് മറ്റേ പോലീസുകാരൻ്റെ കൂടെ വരും. എന്നിട്ട് നടക്കണ സമയത്ത് പഴത്തൊലി ചവിട്ടിയിട്ട് ആ ഗാങ്സ്റ്ററിന്റെ മോള് വീഴും. എന്നിട്ട് അവൾക്ക് അങ്ങ് ക്രഷ് അടിക്കും. അവന്മാർക്ക് ചേഞ്ച് വേണോ? പിന്നെ ഇവൾ ഈ കാര്യം പോയിട്ട് നെപ്പോണ്ണനോട് പറയും. നെപ്പോണ്ണൻ കട്ട സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ ഇവളും ഡൂഡും സെറ്റാവും. പിന്നെ ഈ കാര്യം ഇവളുടെ തന്തയോട് പറഞ്ഞിട്ട് ഇവരങ്ങ് കല്യാണം കഴിക്കും. പിന്നെ നെപ്പോണ്ണൻ മറ്റേ പെണ്ണിനും കിട്ടും. അങ്ങനെ പടം കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടുണ്ട് ബാക്കി. I'm waiting.